اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ പ്രിയ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ജീവിക്കുന്ന കാലം അത്രയും ആ പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖകളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും പ്രിയപത്നി ഹാജറയുടെയും പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം അനുസ്മരിക്കുന്ന ദിനരാത്രങ്ങൾ, അതോടൊപ്പം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന ഹജ്ജാജിമാർ അവരുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. എന്നാൽ ഈ ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ മാത്രം അറിയപ്പെടുന്ന ഒരു സ്ഥലവും അറിയപ്പെടുന്ന ഒരു ദിവസവുമൊക്കെയുണ്ട്. നമ്മുടെ പത്രമാധ്യമ മീഡിയകളിലെല്ലാം ഇന്നലെയും ഇന്നും ഒക്കെയായിക്കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വാചകം അറഫ സംഗമം. ഹാജിമാർ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങി. എന്താണ് സഹോദരങ്ങളെ ഈ അറഫയുടെ പ്രത്യേകത? നമ്മുടെ ഈ പുതിയ കാലത്ത് ഒരു ഭാര്യയും ഭർത്താവും ഹജ്ജിന് പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപ വേണം. പ്രൈവറ്റിലാണെങ്കിൽ അതിന് ഇരട്ടിയും. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഒരു ഹാജി അള്ളാഹുവിൻ്റെ ഭവനമായ വിശുദ്ധമായ ആ പുണ്യഭൂമിയിലേക്ക് എത്തപ്പെട്ടിട്ട് അറഫ അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ വർഷത്തെ ഹജ്ജ് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അൽ ഹജ്ജു അൽ അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ്. അതുകൊണ്ടാണ് ഏത് രോഗങ്ങളുമായി പല ഹാജിമാരും ഹജ്ജിൻ്റെ തൊട്ടു മുന്നിലേക്ക് ആ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുമെങ്കിലും അവിടെ ചെന്ന് രോഗങ്ങളും സർജറികളും ഒക്കെയായി അവർ പലവിധമായ രോഗങ്ങളിലേക്ക് ഏർപ്പെട്ടാലും ശരി, സൗദിയുടെ മന്ത്രാലയം എയർ ആംബുലൻസുകളിലോ അവരെ അറഫയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ഓരോ വിശ്വാസിയുടെയും ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും കഴുകി ശുദ്ധിയാക്കാനുള്ള സുലഭാവസരം. ഒരു നവജാത ശിശുവിൻ്റെ വിശുദ്ധിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുകൂട്ടണമെന്നുള്ള കൊതിയും ആഗ്രഹവുമാണ് ഓരോ ഹാജിയും ലോകത്തൊരു മതവിശ്വാസികളും ഇത്രയും ലക്ഷങ്ങളും ഇത്രയും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട്
ഒരു തീർത്ഥാടനത്തിലേക്ക് തയ്യാറാകാതെ വിശ്വാസികൾ ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് അവർ വലിയ ത്യാഗമാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൽ പോലും ശക്തമായ ചൂടിൽ ചുരുണ്ടുപോയ, വല്ലാതെ തളർന്നുപോയ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അതിഥികളെ കുറിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും ഓരോ വിശ്വാസിയും ഓരോ വർഷവും ആ ഹജ്ജിലേക്ക് തയ്യാറാകുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ 5 നെടും തൂണുകളിൽ 5-ാമത്തേതാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യുക എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് ഈ അറഫയുടെ പ്രത്യേകത? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു അശിയ്യത അറഫ. അറഫ ദിവസത്തിന്റെ വൈകുന്നേരം പടച്ചവൻ ഉൻദുറു ഇലാ ഇബാദി യഅതൂനി ശഅസൻ ഗബറ, എൻ്റെ അടിമകളിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. പൊടി പുരണ്ട ശരീരവും ജടപിടിച്ച മുടികളുമായി മുഴുവൻ സമ്പത്തും കുടുംബവും മറന്നുകൊണ്ട് ഇതാ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അള്ളാഹു മലക്കുകളുടെ മേൽ ആത്മാഭിമാനം കൊള്ളുന്ന ഒരു സന്ദർഭമാണ് ഈ അറഫയുടെ ദിവസം. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, മാ മിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ വിശുദ്ധമായ പവിത്രമായ മറ്റൊരു ദിവസവും തന്നെയില്ല. ഇത്രയും പവിത്രവും ഇത്രയും മഹിതമായ മഹാത്മ്യങ്ങളും എന്താണ് ഈ അറഫയ്ക്ക് നൽകാനുള്ള കാരണം? ഒരിക്കൽ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആയത്തും ഫീ കിതാബികും തഖറഊനഹാ, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു ആയത്തുണ്ടല്ലോ, ഒരു വചനമുണ്ടല്ലോ, ലൗ അലൈനാ മഅ്ശറൽ യഹൂദ് നസ്ല. ആ ആയത്തെങ്ങാനും യഹൂദി സമുദായത്തിൻ്റെ മേലാണ് അവതരിച്ചിരുന്നതെങ്കിൽ, ആ വിശുദ്ധ ഖുർആനിലെ വചനം യഹൂദി സമുദായത്തിൻ്റെ മേലാണ് അവതരിച്ചിരുന്നുവെങ്കിൽ ആ ദിവസത്തെ നാം ഈദ് ദിനമാക്കുമായിരുന്നു, ആഘോഷ ദിനമാക്കുമായിരുന്നു. ഇത് കേട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ആയ, നിങ്ങൾ പറയുന്ന ആയത്ത് ഏതാണ്? ആ സമയത്ത് ആ ജൂതനായ മനുഷ്യൻ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വിശുദ്ധ ഖുർആനിന്റെ ഈ വചനം ആ ജൂതനായ മനുഷ്യൻ പാരായണം ചെയ്യുകയാണ്. ഇത് കേട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് അറഫ്നാ ഹാദൽ യൗം. ഈ ആയത്ത് അവതരിച്ച ദിവസവും സമയവും ഏതാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹുവ ഖായിമുൻ ബിഅറഫത യൗമ ജുമുഅ. ഒരു ജുമുഅ ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് വാനലോകത്ത് നിന്ന് അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് അവതരിച്ചത്. ലഖദ് അറഫ്നാ ഹാദൽ യൗം. ആ ദിവസത്തിൻ്റെ മഹത്വവും അതിൻ്റെ പവിത്രതയും നിങ്ങൾ പറയുന്നതിനേക്കാൾ ഞങ്ങൾക്കറിയാമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂതനായ മനുഷ്യനോട് പറയുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പരിശുദ്ധ റമളാനിലാണ്. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ആ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് രാത്രിയുടെ ഇരുളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട്, എല്ലാ അന്ധവിശ്വാസങ്ങളെയും തുടച്ചു മാറ്റിക്കൊണ്ട്,
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് പരിശുദ്ധമായ റമദാനിന്റെ ഒരു രാത്രിയിലാണെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ പരസമാപ്തി കുറിക്കുന്നത് വിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ സൂര്യകിരണങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് സർവ്വ ഇരുളുകളെയും വകഞ്ഞു മാറ്റി പ്രകാശപൂരിതമായ അറഫാ ദിവസത്തിലാണ് അൽയൗമ അക്മൽതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആനിന്റെ പരസമാപ്തി കുറിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം അവതരിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ലോകത്തുള്ള വിശ്വാസികൾ പരിശുദ്ധമായ റമദാനിലാണ് ഖുർആൻ അവതരിക്കുകയും നോമ്പെടുക്കുകയും ആ വിശുദ്ധ ഖുർആൻ അവതരണ പശ്ചാത്തലത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമായി ഈദുൽ ഫിത്ർ മാറുമെങ്കിൽ, എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പരസമാപ്തി കുറിച്ചുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധമായ ഖുർആനിന്റെ പരസമാപ്തി കുറിക്കുന്ന ആ വിശുദ്ധമായ ഖുർആനിന്റെ അവതരണ പശ്ചാത്തലമാണ് ഈദുൽ അദ്ഹയിൽ ലോകവിശ്വാസികൾ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാകുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഹാജറയുടെയും ചരിത്രം അനുസ്മരിച്ചുകൊണ്ടുകൂടിയാണ് ഈദുൽ അദ്ഹ ലോകത്തുള്ള സത്യവിശ്വാസികൾ ആഘോഷിക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ജീവിതം എത്രത്തോളം എന്നിലും നിങ്ങളിലുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് അറഫയിൽ വെച്ച് അവതരിച്ച വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾക്കും വിശുദ്ധ ഖുർആനിന്റെ പകർപ്പുകളായി സ്വഹാബികൾ മാറിയെങ്കിൽ, അവിടുത്തെ കുടുംബവും അവിടുത്തെ സമൂഹവുമൊക്കെ വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ പകർപ്പുകളായി അവരുടെ ജീവിതത്തെ മാറ്റി സ്ഥാപിച്ചുവെങ്കിൽ, സഹോദരങ്ങളെ, 2025 ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ പേരമക്കളിൽ വിശുദ്ധ ഖുർആനിന്റെ മാറ്റം എന്തുണ്ട് സഹോദരങ്ങളെ? 10-22 വയസ്സാകുന്ന പെൺകുട്ടി പോലും ഉപ്പയോട് നമസ്കാരമുള്ള തൗഹീദി ബോധമുള്ള കുടുംബത്തിൽ വളരുന്ന പെൺകുട്ടികൾ, എനിക്ക് 10-22 വയസ്സായി ഉപ്പ, ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്നും ഏത് മനുഷ്യരെ വിവാഹം ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഉപ്പയല്ല. അതിൻ്റെ അവകാശവും സ്വാതന്ത്ര്യവുമൊക്കെ ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് എനിക്കുണ്ട്. മതവും വിശ്വാസവുമൊക്കെ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ 4-ൽ ഒരു അംശം പോലുമില്ലാതെ വെറും മുസ്ലിം നാമധാരികളായി നാം ജീവിക്കുമ്പോൾ, പലപ്പോഴും വീടിൻ്റെ ഉമ്മറത്ത് നമ്മുടെ മക്കളുടെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ പേരമക്കളുടെ ജീവിതം കണ്ടിട്ട് സങ്കടങ്ങളും പ്രയാസങ്ങളും കടിച്ചമർത്തിക്കൊണ്ട് നെടുവീർപ്പോടുകൂടി ഒരു 10 വർഷക്കാലം കഴിഞ്ഞാൽ, അല്ലാഹുവേ, ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന സമൂഹം എത്രയുണ്ടാകും? വെറും കേവലം ഒരു മുസ്ലിം നാമധാരികളായി ജീവിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെയും അവസ്ഥയിൽ വിശുദ്ധ ഖുർആനിന്റെ പരിവർത്തനം, വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം, അറഫയിൽ പരസമാപ്തി കുറിച്ച വിശുദ്ധ ഖുർആനിന്റെ ജീവിതം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട്? 4-5 മക്കൾ വളർന്ന് വിവാഹപ്രായമെത്തിയപ്പോൾ വീടൊക്കെ ഒന്ന് പൊളിച്ചു. വീടിൻ്റെ ആധാരം കൊണ്ടുപോയി പണയം വെച്ച് 50 ലക്ഷം രൂപ ലോൺ എടുക്കുമ്പോൾ, മോനെ, അത് ഹറാമാണ്. എന്ത് ഹറാമാണുപ്പ? ഈ ഹറാമും ഹലാലും ഒക്കെ അനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പുതിയ തലമുറയിലെ മക്കളും സമൂഹവും വളർന്നു വരുമ്പോൾ, മദ്രസകളിൽ 1 മുതൽ 10 വരെ മദ്രസാധ്യാപനം നടത്തുന്നുവെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്
അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഉള്ളിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്ന കവലച്ചട്ടമ്പിയായിരുന്ന ആ മനുഷ്യനെ തിരുത്തിയ വിശുദ്ധ ഖുർആനിന്റെ യാതൊരു പ്രതിഫലനങ്ങളും നമ്മുടെ മക്കളിലും പേരമക്കളിലും ഉണ്ടോ എന്ന് നാം നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കണം സഹോദരങ്ങളെ. അറഫയുടെ രണ്ടാമത് നൽകുന്ന അറഫ നൽകുന്ന സന്ദേശം നമ്മെ ഉണർത്തുന്നത് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമാണ് സഹോദരങ്ങളെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും സക്കാത്തും ഒക്കെ അറിയാം. വിശുദ്ധമായ ആ മന്ദിരത്തിൽ ഒരു ബോക്സിന് ചുറ്റും ഒരു 7 പ്രാവശ്യം തവാഫ് ചെയ്ത് സഫാ മറുവകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ദുൽഹിജ്ജ 8-ന് മിനായിൽ നിന്ന് മിനയിലേക്ക് പോവുകയും ദുൽഹിജ്ജ 9-ന് മിനയിൽ നിന്ന് അറഫയിലെത്തുകയും അറഫയിൽ നിന്ന് ഇന്നലെ രാത്രി അവർ മുസ്ദലിഫയിൽ രാത്രി രാപാർക്കുകയും ഇന്ന് മിനയിൽ ജംറകളും ഇഫാലത്തിന്റെ തവാഫുമായി ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഹജ്ജിൽ നിന്ന് വിടവാങ്ങി വരുന്ന ഓരോ ഹാജിയും നൽകുന്ന സന്ദേശം എന്താണ് സഹോദരങ്ങളെ? എന്താണ് അതിൻ്റെ അകക്കാമ്പ്? നമസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനുമുള്ളതുപോലെ ഒരു ശുദ്ധീകരണമാണ് സഹോദരങ്ങളെ. നിങ്ങൾ ഹജ്ജിന് വേണ്ടുന്ന യാത്രാ വിഭവങ്ങൾ തയ്യാറാക്കണം. പാസ്പോർട്ട്, അതുപോലെ നിങ്ങളുടെ വസ്ത്രം, ഇഹ്റാമിന്റെ ഡ്രസ്സ്, ഇതെല്ലാം നിങ്ങൾ തയ്യാറാക്കണം. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തി, നിങ്ങൾ കൊണ്ടുപോകുന്ന യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും അമൂല്യമായത് തഖ്വയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, പടച്ചവനെ കുറിച്ചുള്ള പേടിയാണ്. ഹജ്ജിലേക്ക് യാത്ര പോകുമ്പോൾ എന്നെക്കാളും അപരനെ ആദരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സാണ്. ഹജ്ജ് 6-7 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായെന്ന് ചോദിച്ചാൽ ഒരു നവജാത ശിശുവിൻ്റെ ജീവിത വിശുദ്ധിയോട് കൂടിയിട്ടാണ് ഓരോ ഹാജിയും നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഹജ്ജിലേക്ക് ഇഹ്റാം കെട്ടി ആ 2 വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എല്ലാ ഉടയാടകളും മാറ്റി പണക്കാരനും പണിക്കാരനും രാജാവും തൊഴിലാളിയും മുതലാളിയും ഒക്കെ അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഉടയാളകളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് എല്ലാവരും ഒരേ വസ്ത്രത്തിൽ ഒരേ മന്ത്രധ്വനിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെയും ജാടയുടെയും കളകൾ പറിച്ചുകൊണ്ട് വിനീതമാകുന്ന വിനയാന്വിതമാകുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക, നിനക്കൊരു പങ്കാളികളുമില്ല. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും പങ്കാളികളും പ്രവാചകന്മാരും മഹാന്മാരും മഹത്തുക്കളും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അദൃശ്യമായി സഹായിക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടെങ്കിൽ അവർ റബ്ബിനോട് പങ്കു ചേർക്കുകയാണ്. ലബ്ബൈക ലാ ശരീക ലക, എല്ലാ അഴുക്കുകളിൽ നിന്നും ശുദ്ധമായിക്കൊണ്ട്. ഏറ്റവും വലിയ അഴുക്ക് ബഹുദൈവ ആരാധനയാണ്, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും ശുദ്ധിയായിക്കൊണ്ട് വെറും 2 വസ്ത്രം ധരിച്ചുകൊണ്ട് അറഫയിലേക്ക് ജനലക്ഷങ്ങൾ പോകുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് മഹ്ശറ, ആ മഹ്ശറയുടെ ഒരു അവസ്ഥയാണ് ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ. മഹ്ശറയിൽ നടക്കുന്നത് സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ വിയർപ്പിൽ മുങ്ങിത്താന്ന് അള്ളാഹുവിൻ്റെ മുന്നിലെ വിചാരണയാണെങ്കിൽ, അറഫയിൽ നടക്കുന്ന വിചാരണ അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവും തമ്മിലുള്ള സംഭാഷണമാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ്
റബ്ബേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഇന്നതാണ്. ഏത് സമയവും റബ്ബേ നിന്നിലേക്ക് ഞാൻ മടങ്ങി വരും. പടച്ച റബ്ബേ, ഞാൻ ലക്ഷങ്ങൾ മുടക്കിയത് ഹാജി എന്നൊരു പേര് സ്വീകരിക്കാനല്ല, ഒരു ടൂറിസ്റ്റായി വന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്നറിഞ്ഞ് മക്കൾക്കും പേരമക്കൾക്കും പറഞ്ഞു കൊടുക്കാനല്ല വന്നത്. എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ സമൂഹവും അറിയാത്ത ഒട്ടനവധി തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി റബ്ബേ, അതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മഹ്ശറയാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മഹ്ശറയിൽ ഓരോ മനുഷ്യരും അവരുടെ കൈകളും അവരുടെ വായകളും ഒക്കെ സീല് ചെയ്തു വയ്ക്കുമ്പോൾ അറഫയിൽ അങ്ങനെയല്ല. എത്രത്തോളം അല്ലാഹുവുമായിട്ടവർ വിചാരണയുടെ ആ പാപമോചനത്തോട് അടുക്കുന്നു, അത്രത്തോളം അവർ പരലോകത്തിൻ്റെ വിചാരണ എളുപ്പമാകും. എന്നാൽ പരലോകത്ത് ഓരോ മനുഷ്യരും റബ്ബിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ ദിവസം അവരുടെ നാവുകളെ അല്ലാഹു സീല് ചെയ്യും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ വായകളെ സീല് ചെയ്യും. വാക്ചാതുര്യം കൊണ്ട് ഏത് കാര്യവും വർണ്ണിച്ച് കളവ് പറഞ്ഞ് പലതും നേടിയെടുത്ത് നമ്മുടെ നാവ് അല്ലാഹു അവിടെ സീല് ചെയ്യും. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നത് വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. പരലോകത്തെത്തുമ്പോൾ നമ്മുടെ കൈകാലുകൾ സംസാരിക്കുന്നത് കണ്ടിട്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന അവയവങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് ആ അവയവങ്ങളോട് ചോദിക്കും, ഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, എനിക്കെതിരായിട്ട് നീ എന്തിനാണ് സാക്ഷി നിന്നത്? നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം തിരിച്ചു നമുക്ക് മറുപടി പറഞ്ഞു തരും. ഖാലൂ അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈ. ഓരോ അവയവങ്ങളെയും എൻ്റെ നാവിലൂടെ എനിക്ക് സംസാരിച്ച് നിങ്ങളെ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. നാം ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങളെയും അല്ലാഹു സംസാരിപ്പിച്ചതാണ്. എന്നാൽ പരലോകത്തെ ആ വിചാരണയെ ഓർമ്മപ്പെടുത്തുന്നതാണ് സഹോദരങ്ങളെ അറഫ ആ സംഗമം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അറഫ നൽകുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് പാപമോചനം തേടാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. റബ്ബിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായി ചെയ്തുപോയ പശ്ചാത്താപത്തോടുകൂടി ഒരു വിശുദ്ധനായി ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു സ്വീകാര്യമായ ഹജ്ജിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം റജ്അക യൗമി വലദതുഹു ഉമ്മുഹു. മാതാവ് ഉദരത്തിൽ നിന്ന് പ്രസവിച്ചു വീഴുന്ന ഒരു നവജാത ശിശുവിൻ്റെ വിശുദ്ധിയോട് കൂടിയിട്ടാണ് ഓരോ ഹാജിയും ഹജ്ജ് കർമ്മത്തിൽ നിന്ന് വിടവാങ്ങുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും ഈ മഹത്വവും മഹാത്മ്യവും ഒക്കെ തിരിച്ചറിയുമെങ്കിലും പലപ്പോഴും സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉള്ള പ്രായത്തിൽ അതിനുവേണ്ടി പലപ്പോഴും തയ്യാറല്ല. ബാങ്കിൽ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട്, ആരോഗ്യമുണ്ട്. ആ പുണ്യഭൂമിയുടെ പരിസരത്താണ് വർഷങ്ങൾ ജോലി ചെയ്തത്. പക്ഷെ അവർ ഹജ്ജിനെ കുറിച്ച്, ഹജ്ജിന്റെ മഹിതമായ മാഹാത്മ്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അത് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹവും മഹത്വവുമാണ് സഹോദരങ്ങളെ. ഒരു നാട്ടിൽ ഖബറ് വെട്ടി ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ ഖബറ് വെട്ടി കൊടുക്കും. അല്ലാത്ത സമയങ്ങളിൽ തെങ്ങും മറ്റുമൊക്കെ പരിസരങ്ങളിൽ കിളക്കാൻ പോകുന്ന ഒരു സഹോദരൻ, കോവിഡിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ കാശുകൾ സ്വരൂപിച്ചിട്ട് ഹജ്ജ് കമ്മിറ്റിയിൽ ആ സഹോദരൻ ഹജ്ജിന് പോകുന്നത് ഫോൺ വിളിച്ചെന്നോട് പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കുളിരാണ്. ആ സാധുവായ മനുഷ്യൻ 14 വർഷം സ്വരൂപിച്ച ക്യാഷ് കൊണ്ട് അയാൾ ഹജ്ജിലേക്ക് യാത്രയാവുകയാണ്. ഓരോ മനുഷ്യരുടെയും ആഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ആ വിശുദ്ധമായ മന്ദിരത്തിൽ ഫർളായ ഹജ്ജ് ജീവിതത്തിൽ എനിക്ക് ചെയ്യാനുള്ളൊരവസരം.
ഈ കഴിഞ്ഞുപോയ ഒരാഴ്ചക്ക് മുമ്പ് പോലും ഒരു ലിബിയൻ പൗരൻ ആമിർ ഗദ്ദാഫി എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യന്റെ വാർത്ത നമുക്കൊക്കെയും അറിയാം സഹോദരങ്ങളെ. ആഗ്രഹത്തോടെ എയർപോർട്ടിലേക്ക് പോയി ഓരോ മനുഷ്യരുടെയും പാസ്പോർട്ടുകൾ പരിശോധിച്ച് സീൽ ചെയ്ത് അവര് കടന്നു പോകുന്നു സന്തോഷത്തോടുകൂടി. ഇയാളുടെ പാസ്പോർട്ട് നോക്കിയിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. കൂടെയുള്ളവരെയൊക്കെ നോക്കി ആ പാസ്പോർട്ടിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം അദ്ദേഹം അവിടെ കുടുങ്ങിപ്പോയി. ആമിർ ഗദ്ദാഫി എന്ന ആ ചെറുപ്പക്കാരൻ നോക്കി നിൽക്കെ തൻ്റെ കൂടെ വന്ന സഹോദരന്മാരെല്ലാം ഫ്ലൈറ്റിൽ കയറി അള്ളാഹുവിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് തിരിച്ചപ്പോ അവിടുത്തെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാകില്ല, അടുത്ത വർഷം താങ്കൾക്ക് പോകാം ഹജ്ജിന്. പക്ഷേ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ സഹോദരൻ പറഞ്ഞു, ഇല്ല, എൻ്റെ റബ്ബെന്നെ അവിടെ എത്തിക്കും. പക്ഷേ ആ ഫ്ലൈറ്റ് വീണ്ടും മടങ്ങി ആ എയർപോർട്ടിലേക്ക് വന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ സമയത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ കുടുങ്ങി നിൽപ്പുണ്ട് എന്നൊക്കെ അറിയിച്ചു. കാരണം ബസ്സിലേക്ക് ചാടിക്കയറുന്നത് പോലെയല്ല ഒരു ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. ഒരുപാട് മണിക്കൂറുകൾ അവിടെ സമയം വേസ്റ്റ് ആകും. രണ്ടാമതും ആ ഫ്ലൈറ്റ് ആകാശലോകത്തേക്ക് പറന്നു. വീണ്ടും എന്തോ പ്രശ്നങ്ങൾ കാരണം ആ ഫ്ലൈറ്റ് രണ്ടാമതും അവിടെ ഇറക്കുമ്പോൾ അതിൻ്റെ പൈലറ്റ് ആമിർ ഗദ്ദാഫി എന്ന ആ ചെറുപ്പക്കാരനെ തിരക്കി. ആ സഹോദരനെയും കൂട്ടിയിട്ടാണ് പിന്നീട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ആ മന്ദിരത്തിലേക്ക് യാത്രയാകുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാത്ത, സമ്പത്തുണ്ടായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാത്ത, മകളുടെ കല്യാണം കഴിയട്ടെ, മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കല്യാണം കഴിയട്ടെ, വീടിൻ്റെ പണിയൊക്കെ ഒന്ന് തീരട്ടെ, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് സഹോദരങ്ങളെ. കാരണം റോഡിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു അപകടം വന്നാൽ, രാത്രി ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ഹൃദയസ്തംഭനം വന്നാൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം പെൻഷനായിട്ടും ഹജ്ജിലേക്ക് തയ്യാറാകാതെ, ഡോക്ടർ ഉപ്പയെ നിങ്ങൾ 5-6 പ്രാവശ്യം ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ വിട്ടു, നിങ്ങൾ എന്താണ് തയ്യാറാകാത്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ വർഷം തയ്യാറായി. ഈ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഞാൻ അന്ന് പോയില്ലായിരുന്നുവെങ്കിൽ ഇനി എനിക്ക് പോകാൻ കഴിയില്ല, രോഗങ്ങളും പ്രയാസങ്ങളുമായി വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ അദ്ദേഹം തള്ളി നീക്കുന്നു. പക്ഷേ ഹജ്ജ് നിർവഹിക്കുവാൻ കഴിഞ്ഞുവല്ലോ. ആ അവസരങ്ങളെയും സമയങ്ങളെയും നാം പ്രയോജനപ്പെടുത്തണം സഹോദരങ്ങളെ. അത് പ്രയോജനപ്പെടുത്തുവാനും ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി ഈ വിലപ്പെട്ട മഹിതമായ ദിനത്തിൻ്റെ മാഹാത്മ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതുപോലെ അല്ലാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും സമ്പാദിക്കുന്ന അല്ലാഹുവിൻ്റെ വിശിഷ്ടരായ ദാസന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യവും അവസാനവുമായി നിർവഹിച്ച ആ ഹജ്ജിൽ, ഹജ്ജത്തുൽ വദാഇൽ, ലോകത്തെ മുഴുവൻ മനുഷ്യരോടുമുള്ള ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി. അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിൻ ലക്കും. അല്ലയോ മനുഷ്യരെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, ഫഇന്നീ
ലാ അദ്രി ലഅല്ലി ലഅൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ.